തീർച്ചയായും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജനങ്ങൾക്ക് വേണ്ടിയുള്ള മലയോര കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റിനെയും ഈ പോരാട്ടത്തെയും നമ്മൾ കാണേണ്ടത്. കേരളത്തിലെ 400 ചില്ലാനം വരുന്ന പഞ്ചായത്തുകളിൽ വില്ലേജുകളിലെ ആളുകൾക്ക് 16,800 കിലോമീറ്റർ വന മേഖല പങ്കിടുന്ന കേരളത്തിലെ 40 വന്യമൃഗ പ്രശ്നം, മൃഗശല്യം, അതിനെതിരെയുള്ള പോരാട്ടം, വനവിനിമയ ബില്ലിനെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഒരു സമരം, പ്രതിഷേധ സമരം, ആ പ്രതിഷേധ സമരത്തെ അടിച്ചമർത്താനുള്ള പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമാണ് ഈ സമരത്തിലൂടെ നടന്നത്. അത് ഒരു പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് പിണറായി സർക്കാർ ഇതിനെ കണ്ടത്. അത് കേരളത്തിലെ കോടതി അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി യാതൊരു തരത്തിലുള്ള വ്യവസ്ഥകളും ഇല്ലാതെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ. അതായത് വലിയ രാഷ്ട്രീയപരമായ ഒരു നേട്ടം കൂടി ആവുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പിന്തുണ വലിയ തോതിൽ തന്നെ PV അൻവറിന് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ അദ്ദേഹത്തോട് ഒരുപക്ഷെ ഒരു അകൽച്ചയുണ്ടായിരുന്നു. ആലോചിക്കില്ലേ ഒരു പക്ഷേ അസ്ലം, കാരണം ആസൂത്രിതമായൊരു നീക്കമായിരുന്നു ഇന്നലെ നടത്തിയത് എന്ന് ചിന്തിക്കാമല്ലോ. LDF-ൽ അൻവർ ഉണ്ടായിരുന്ന സമയത്തും വന്യമൃഗ ആക്രമണവും നിരവധി പേരുടെ മരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കാണിക്കാത്തൊരു സ്നേഹം അൻവർ എന്തുകൊണ്ട് ഇപ്പോൾ കാണിച്ചു? അത് ആസൂത്രിതമല്ലേ എന്നും ചിന്തിക്കാമല്ലോ. അതായത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്നലെ ഉണ്ടായത് പ്രതിഷേധത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു ആദിവാസി യുവാവിന്റെ മരണം തന്നെയാണ്. തുടർന്നുണ്ടാകുന്ന പ്രതിഷേധത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടാവുന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ആ അക്രമ സംഭവത്തിൽ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെയും ചെറിയ അക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടേതായ ഒരു വികാരം, പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടു പോയി ബന്ധപ്പെട്ട ഒരു വികാരം എന്ന അർത്ഥത്തിൽ തന്നെ വലിയ കേസുകളിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ വലിയ കേസുകൾ ഉണ്ടാവുന്ന അവർ കരുതിയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ആദിവാസി യുവാവിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പലതവണ നിലമ്പൂർ സ്റ്റേഷനിലൊക്കെ PV അൻവർ പോയിരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്ന കാര്യം PV അൻവർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് ഭരണകൂട ഭീരത അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പോയത്. സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് പോകുമ്പോൾ, കേസിലേക്ക് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക, മാത്രമല്ല അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ചെയ്തു. അത് ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം UDF-ന്റെ എല്ലാ നേതാക്കളും ഏറെക്കുറെ ഒരു അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ ഗൂഢാലോചന ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട്, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് ഫയൽ ചെയ്ത കേസിൽ ആദ്യത്തെ കോടതിയെ കാണുമ്പോൾ തന്നെ, മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ആ ഫ്രെയിമിംഗ് ചെയ്ത കേസ് ആകെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇന്ന് പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് PV അൻവറിനെ ജയിലിലാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കേസാണെന്ന് തോന്നുന്ന രീതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേസിന്റെ വഴികൾ പറഞ്ഞു. കാരണം 11:15 ഈ അക്രമ സംഭവം നടക്കുന്നത്. 12:55 മുതൽ തന്നെ 4 പേർ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി ഉണ്ടായിരുന്നു. അവരുടെ പേരൊന്നും തന്നെ FIR-ൽ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നില്ല. പിന്നീട് 4:50 FIR ഇടുന്നത്. FIR ഇടുമ്പോൾ ഒന്നാം പ്രതിയായി PV അൻവർ വളരെ പെട്ടെന്ന് വരുന്നു. അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് MLA ആണ് ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ സാധ്യതയുള്ള, ഒളിവിൽ പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ MLA പൊതുപ്രവർത്തകൻ നില ഒളിവിൽ പോകാൻ ആ അർത്ഥത്തിൽ ചെറിയ കേസിൽ പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാളെ വീട് വളഞ്ഞ് വലിയ പോലീസ് സന്നാഹത്തോടുകൂടി അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ നീക്കമാണ് എന്ന് സൂചന നൽകുന്ന രീതിയിൽ തന്നെ ഒരു വാദം പ്രതിഭാഗം എടുക്കേണ്ടതില്ല. ആ പ്രതികരണം ആദ്യം കേൾക്കുമ്പോൾ അബദ്ധമായിരുന്നു എന്ന് തോന്നി. കാരണം മുസ്ലിം ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ടേ? അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കുമോ, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതേപോലെയുള്ള പ്രസംഗവും മറ്റ് പ്രതികരണങ്ങളും ആയിരിക്കുമോ അൻവർ നടത്താൻ പോകുന്നത് എന്നുള്ളതൊന്ന്. മറ്റൊന്ന് അൻവറിന് ലാഭമായി വന്നത്, നേരത്തെ മുഖ്യമന്ത്രിയാണ് പിണറായിയാണ് അതിൽ തുടക്കമിട്ടത്. അൻവർ ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും എന്നതിലേക്ക് കൂടി അൻവർ വരികയല്ലേ? അതായത് PV അൻവറിന്റെ പ്രതികരണത്തെ കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PV അൻവർ LDF-ൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ കേരള പോലീസിൽ, ആഭ്യന്തര വകുപ്പിൽ RSS-ന്റെ ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ടും മലപ്പുറം ജില്ലയെ ഏറ്റവും വലിയ ഭീകര ജില്ലയായി മാറ്റാനും അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടും തന്നെയാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയം അദ്ദേഹം തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് അദ്ദേഹം ഇന്നലത്തെ അറസ്റ്റ് നടപടിയെ പോലും
ഒരു മുസ്ലിം വിരുദ്ധ നടപടിയായി, ന്യൂനപക്ഷ വിരുദ്ധ നടപടിയായി ചിത്രീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ രണ്ടാമതൊരു കാര്യം കൂടി അതോടൊപ്പം എടുത്തു പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വന്യമേഖല പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നീക്കം എന്നല്ലേ അദ്ദേഹം വാദിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദഗതികളെ എത്രത്തോളം നമ്മൾ അത് ഓരോന്നിന്റെയും നെല്ലും പതിരും തിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെതിരായ സർക്കാരിന്റെ നീക്കം പാളുമ്പോൾ സ്വാഭാവികമായും PV അൻവർ എന്ന ഒരു ആളിനെതിരെ രാഷ്ട്രീയ നീക്കം LDF സർക്കാർ നടത്തി അത് പാളി എന്നൊരു രീതിയിലേക്കുള്ള ഒരു വിശകലനത്തിലേക്കായിരിക്കും സ്വാഭാവികമായും പോവുക. ഇത് വലിയൊരു മുന്നേറ്റമായി മാറുമെന്ന് വെച്ചാൽ അങ്ങനെ അറിയില്ല. അതേസമയം PV അൻവറിന് കുറച്ചുകൂടി ദൃശ്യത വരുന്ന, അല്ലെങ്കിൽ PV അൻവറിന് ഒരു വെല്ലുവിളി എന്ന അർത്ഥത്തിൽ സർക്കാർ കണ്ടിരുന്നു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരും. UDF-ന് മുന്നിൽ വാതിലുകൾ നേരത്തെ ഒരുപക്ഷെ അടഞ്ഞു കിടന്നാണെങ്കിൽ ഒരു മെല്ലെ തുറന്നിട്ടുണ്ട്. പൂർണ്ണമായി അദ്ദേഹം UDF-ൽ എത്തുമോ അല്ലെങ്കിൽ ചർച്ചകൾ വികസിക്കുമോ എന്നും നമുക്കറിയില്ല. അതേസമയം ആ കാര്യം പിന്നെ എന്ത് ചെയ്യുക, ആ പക്ഷേ അങ്ങനെ ഒരു UDF പ്രവേശനത്തെ LDF ഭയക്കുന്നില്ല എന്നല്ലേ നമ്മൾ ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ വലിയ TP രാമകൃഷ്ണന്റെ ഒക്കെ പ്രതികരണം കണ്ടാൽ അറിയാം, വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ വളരെ പുച്ഛത്തോടെയാണ് ഈ വാർത്തകളും നടപടികളും ഒക്കെ എടുത്തിരിക്കുന്നതും പ്രതികരിച്ചിരിക്കുന്നതും. അല്ല, തീർച്ചയായും UDF-ലേക്ക് PV അൻവർ പോകുമെന്ന് പറയുമ്പോൾ അതിനെ വലിയ ഭയപ്പോട് കാണുകയോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അവർ വിലയിരുത്തുകയോ ചെയ്യില്ല എന്നുള്ള വസ്തുതയാണ്. അതേസമയം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിലമ്പൂർ തന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വെല്ലുവിളി LDF-ന് നേടേണ്ടി വരും.